തെന്നലയിൽ ഭ്രാന്തമുത്ത ഒരു സഖാവിന്റെ നാറിയ സ്ത്രീവിരുദ്ധ പ്രസംഗം ഇടതുപക്ഷത്തിന്റെ നേതാക്കളും സൈബർ പോരാളികളും ഒന്ന് കേൾക്കണം. നിങ്ങളാണ് എന്നും പുരോഗമനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്നത്. വെറും CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയായ സൈദലവി ഒരു പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുത്തപ്പോഴാണ് അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോളം ഉയരത്തിലാണെന്ന മിഥ്യാധാരണ ഉണ്ടായതും നാട്ടിലെ സ്ത്രീകളെ തെറി പറഞ്ഞതും. സൈദലവിയെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയ മുസ്ലിം സ്ത്രീകൾക്ക് നേരെയാണ് തെറിവർഷം. മുസ്ലിം സ്ത്രീകള് വോട്ടിന് വേണ്ടി അവരുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണെന്നാണ് സൈദലവി മജീദ് ആക്ഷേപിക്കുന്നത്. മാത്രമല്ല, കമ്മി മാപ്പിളമാരുടെ വീട്ടിലൊക്കെ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെയാണ് അന്തിയുറങ്ങാറെന്നും അതല്ലാതെ മറ്റുള്ളവരുടെ കൂടെയല്ല അന്തിയുറങ്ങുന്നതെന്നുമാണ് സൈദലവിയുടെ വീക്ക്. സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയണമെന്നും അതല്ലെങ്കിൽ തങ്ങന്മാരുടെ കുടുംബത്തിലുള്ളവരായാലും നല്ല പുളിച്ച തെറി കേൾക്കേണ്ടി വരുമെന്നുമാണ് ചെങ്കൊടി കയ്യിലേന്തിയ ഈ ഉത്തമ പുരുഷോത്തമൻ പറയുന്നത്. പറയാൻ പാടില്ല. പറയാനുള്ളത് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീലെത്താത്താനും മാത്രമല്ല പാലക്കാട്ടെ തങ്ങന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം പൊളുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. സൈദലവി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ന കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തിയുറങ്ങാനും ഭർത്താക്കന്മാരെ കൂടെ അന്തിയുറങ്ങുവാനാണ്. എടോ കൂതറെ, തനിക്ക് ആണത്തം കാണണമെങ്കിൽ നീ പോയി അവരുടെയൊക്കെ ഭർത്താക്കന്മാരെ പിടിച്ച് തപ്പി നോക്കിയാൽ മതി. അവരുടെ ആണത്തം അവിടെ തന്നെ കാണും. മാർക്സിസ്റ്റ് പാർട്ടി വലിയ പുരോഗമന പാർട്ടിയാണെന്നും അവർ മലപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് മലപ്പുറത്ത് പെൺകുട്ടികൾക്ക് തട്ടമിടാതെ നടക്കാനുള്ള ചങ്കൂറ്റമുണ്ടായതെന്നുമാണ് മുമ്പൊരു ഇടതു പൊങ്കുവൻ പ്രസംഗിച്ചത്. മുസ്ലിം സ്ത്രീകളെ എങ്ങനെ മതത്തിൽ നിന്നും പുറത്തിയടിക്കാം എന്നതായിരുന്നു ആ ചിന്തയെങ്കിൽ ഇന്നിപ്പോ ഒരു നാലാം കിട ചെറ്റ പറയുന്നു മലപ്പുറത്തെ സ്ത്രീകൾ വീടിന്റെ അകത്തളത്തിൽ ഇരുന്നാൽ മതിയെന്ന്, അഥവാ സ്ത്രീകൾക്ക് പൊതുരംഗം നിഷിദ്ധമാണെന്ന്. ഇതെന്തു ജാതി പുരോഗമന ചിന്തയാണ്? ഇവർക്കൊക്കെ എത്ര തരം അടിത്തറയാണുള്ളത് എന്ന് ചോദിക്കേണ്ടി വരും. മലപ്പുറത്തെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ തുടങ്ങിയതാണ് നിങ്ങളുടെ തോൽവിക്ക് കാരണമെന്ന ഭീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇനി നിങ്ങൾക്ക് പേടിക്കാനേ നേരം വേണം. കാരണം സ്ത്രീകൾ മണ്ഡകത്ത് കയറിയിരിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ആവശ്യത്തിനും അത്യാവശ്യത്തിനും മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുക തന്നെ